ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ അപലപിച്ച് വീണ്ടും ലോക നേതാക്കൾ രംഗത്ത്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളാണ് ഉക്രൈനിൽ റഷ്യ ചെയ്യുന്നതെന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞു. സൈനിക പിന്തുണ ഇരട്ടിയാക്കാനുള്ള സമയമായെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് അഭിപ്രായപ്പെട്ടു. ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിലാണ് കമല ഹാരിസും ഋഷി സുനക്കും യുക്രൈന് പിന്തുണയുമായി എത്തിയത്. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ യുക്രൈനിൽ കൊലപാതകങ്ങൾ, പീഡനം, ബലാത്സംഗം, നാടുകടത്തൽ എന്നിവ വർദ്ധിച്ചെന്ന് കമല ഹാരിസ് കുറ്റപ്പെടുത്തി. യുക്രൈനിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന റഷ്യൻ കുറ്റവാളികളെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പൊതുമൂല്യങ്ങൾക്കും പൊതുമാനവികതയ്ക്കും നേരെയുള്ള ആക്രമണമാണെന്നും കമല ചൂണ്ടിക്കാട്ടി. ആക്രമണത്തിൽ ഇരകളായവർക്ക് നീതി ലഭിക്കണമെന്നും കമല ഹാരിസ് പറഞ്ഞു. അതേസമയം ഉക്രൈനിലെ ഭാവി സുരക്ഷിതമാക്കാൻ പാശ്ചാത്യ സഖ്യകക്ഷികൾ ഒന്നായി പോരാടണമെന്ന് ഋഷി സുനക്കും അഭിപ്രായപ്പെട്ടു. പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ യുക്രൈനിലേക്ക് അയക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടു. അതേസമയം ഉക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുന്നതിനെ നമീബിയൻ പ്രധാനമന്ത്രി സാറ കുഗോങ്കെൽവ എതിർത്തു. യുദ്ധത്തിന് പകരം സമാധാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അവർ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.